നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നെഗറ്റീവ് എനർജിയെക്കുറിച്ചാണ്. നമ്മുടെ പത്രങ്ങളും പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നെഗറ്റീവ് എനർജി കുമിഞ്ഞുകൂടുന്നത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ, അത് കുട്ടികൾ പരീക്ഷയ്ക്ക് തോറ്റുപോകുന്നത്, ലോൺ അടക്കം മുടങ്ങുന്നത്, അപകട മരണം സംഭവിക്കുന്നത്, ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു വീട്ടിലോ ഒരു ഫാമിലിയിലോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഏതാണ്ട് എല്ലാ ദുരന്തങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ നെഗറ്റീവ് എനർജിയുടെ ഒരു കറുത്ത കരങ്ങളെക്കുറിച്ചിട്ടുള്ള ഭീകരമായിട്ടുള്ള എഴുത്തുകൾ കാണാറുണ്ട്. എന്താണ് ഈ നെഗറ്റീവ് എനർജി? സത്യത്തിൽ ഇത് എത്രത്തോളം സയൻറ്റിഫിക് ആണ്? ഈ ചോദ്യമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ നെഗറ്റീവ് എന്ന് പറയുന്ന വാക്കും എനർജി എന്ന് പറയുന്ന വാക്കും ഒക്കെ നമ്മൾ ഫിസിക്സിലൊക്കെ സ്ഥിരം പഠിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ കേൾക്കുമ്പോൾ ഇതിനൊരു സയൻറ്റിഫിക് ടച്ച് ഉള്ളതുപോലെ തോന്നുകയും ചെയ്യും. എന്താണ് ഈ നെഗറ്റീവ് എനർജിയെക്കുറിച്ച് സയൻസിന് പറയാനുള്ളത്? നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. രണ്ട് വാക്കുകളും വേറെ വേറെ എടുക്കണം. നെഗറ്റീവ് എന്ന് പറയുന്ന വാക്കും എനർജി എന്ന് പറയുന്ന വാക്കും. ആദ്യം നെഗറ്റീവ് എടുക്കുക. നെഗറ്റീവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളുള്ളൊരു വാക്കാണ് ഇംഗ്ലീഷിലെ നെഗറ്റീവ്. നമ്മൾ പലയിടങ്ങളിലും ഇത് കേൾക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സംഖ്യ നെഗറ്റീവ് ആണെന്ന് അതിൻ്റെ അർത്ഥം എന്താണ്? -1, -2 എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പലപ്പോഴും നമ്മൾ ഒരു സീറോയ്ക്ക് താഴെയുള്ള നമ്പറുകൾ റെപ്രസെൻറ്റ് ചെയ്യാനാണ് മാത്തമാറ്റിക്സിൽ നെഗറ്റീവ് സൈൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ പൊതുവിൽ സ്കൂൾ പഠിക്കുമ്പോൾ ഉദാഹരണം, എൻ്റെ പോക്കറ്റിൽ 10 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പോസിറ്റീവ് 10 രൂപ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. എനിക്ക് 10 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. കാരണം അത് കൊടുത്താലേ അയാൾക്ക് ഞാൻ മുമ്പ് വാങ്ങിയതാണ്, അയാൾക്ക് ഞാനത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ -10 രൂപ ഉണ്ടെന്ന് പറയും. അതായത് സീറോയിലും താഴെയാണ്, കടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ്. ഇത് മാത്തമാറ്റിക്സിൽ നെഗറ്റീവ് എന്നുള്ള വാക്കും പോസിറ്റീവ് എന്നുള്ള വാക്കും നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി പോസിറ്റീവായിട്ടുള്ള ചിന്തിക്കൂ, അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഖകരമായിട്ട് തോന്നുന്നത് എന്നർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും കോമൺ ലാംഗ്വേജിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. നെഗറ്റീവ് ഔട്ട്കം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ദോഷകരമായിട്ട് തോന്നുക അല്ലെങ്കിൽ നമുക്ക് അസുഖകരമായിട്ടുള്ള അനന്തരഫലങ്ങളെയാണ് ഇംഗ്ലീഷിൽ പൊതുവെ നെഗറ്റീവ് ഔട്ട്കംസ് എന്ന് വിളിക്കുന്നത്. ഇനി ഫിസിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിനെ കുറിച്ചും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ കുറിച്ചും പറയും. അവിടെ എന്താണ് നെഗറ്റീവ് ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് വളരെ രസകരമാണ്. അതൊരു പേര് മാത്രമാണ്. അതായത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും എന്ന് പറയുമ്പോൾ അവിടെ അടിസ്ഥാനപരമായിട്ട് അർത്ഥമാക്കുന്നത് ചാർജ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ടെന്നും അത് പ്രോട്ടോണിനും ഇലക്ട്രോണിനും നേരെ വിപരീതമാണെന്നുമാണ്. അതായത് ചാർജ് 2 തരത്തിലുണ്ട്. അതിലൊന്നിനെ പോസിറ്റീവ് എന്നും ഒന്നിനെ നെഗറ്റീവ് എന്നും വിളിക്കുന്നു. നിങ്ങൾക്ക് വേറെ ഏത് പേരിട്ട് വേണമെങ്കിലും അതിനെ വിളിക്കാമായിരുന്നു. ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അതിനെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും വിളിച്ചു പോരുന്നു. നിങ്ങൾ അതിനെ തിരിച്ച് വിളിച്ചാലും, അതായത് ഇലക്ട്രോണിന് പോസിറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എന്ന് പറഞ്ഞാലും ഫിസിക്സിലെ എല്ലാ സിദ്ധാന്തങ്ങളും അതേപടി നിൽക്കും, ഒരു മാറ്റവും വരില്ല. നെഗറ്റീവ് പറയുന്നിടത്തെല്ലാം പോസിറ്റീവ് വരും, പോസിറ്റീവ് പറയുന്നിടത്തെല്ലാം നെഗറ്റീവ് പറയും. അതാണ് പറഞ്ഞത്, പേരുകൾ മാത്രമാണ്. ഇനി ഇങ്ങനെ പലതരത്തിലുള്ള അർത്ഥത്തിൽ നമ്മൾ ഈ നെഗറ്റീവും പോസിറ്റീവും എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട് എന്നാണ് ഈ പറഞ്ഞു തരുന്നത്. ഏതർത്ഥത്തിലാണ് ഈ നെഗറ്റീവ് എനർജിക്കാർ അത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അവരോട് ഇതിൻ്റെ ചോദിച്ച് ക്ലാരിറ്റി വരുത്തണം. അവരതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലും എഴുതുന്ന കാര്യങ്ങളിലും ആ ക്ലാരിറ്റി കാണുന്നില്ല. രണ്ടാമത്തോ കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ടുള്ള വാക്കാണ് എനർജി. എന്താണ് എനർജി? ഈ എനർജി എന്ന് പറയുന്ന വാക്കിന് ഒരു രസകരമായിട്ടുള്ള ചരിത്രമാണുള്ളത്. കാരണം അതിന് 100% കൃത്യമായിട്ടുള്ളൊരു സിംഗിൾ ഡെഫിനിഷൻ ഇല്ല. അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൗതിക ലോകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും എളുപ്പത്തിൽ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു ആശയമാണ് സത്യത്തിൽ എനർജി എന്ന് പറയുന്നത്. അതായത് അങ്ങനെ ഒരുപാട് കാലത്ത് പഴക്കമെന്നുള്ളൊരു വാക്കുമല്ല. അത് കഷ്ടിച്ച് 100-300 വർഷത്തെ പഴക്കമേ ഉള്ളൂ ഈ എനർജി എന്ന് പറയുന്ന സങ്കല്പത്തിൽ. അത് ഫിസിക്സിൽ തന്നെ പല അർത്ഥത്തിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് കാണാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള ഡെഫിനിഷൻ എബിലിറ്റി ടു ഡു വർക്ക് എന്നർത്ഥത്തിലാണ്. അതായത് പ്രവൃത്തി ചെയ്യാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ എനർജി എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. കാരണം ഒരു പ്രവൃത്തി ചെയ്യുന്നൊരു ഏജൻറ്റ് അവിടെ ഇല്ലെങ്കിൽ പോലും എനർജി എന്ന് പറയുന്ന സങ്കല്പത്തിന് പലപ്പോഴും പ്രാധാന്യമുണ്ടാകും. അത് ഒരു ടെക്നിക്കൽ ഡെഫിനിഷൻ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് പിന്നെ വരാം. ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ സിഗ്നലിൻ്റെ എനർജി എന്ന് പറയും. നമ്മൾ ഉദാഹരണത്തിന് വയർലെസ് ആയിട്ട് നിങ്ങളൊരു ഡിവൈസ് ഉപയോഗിക്കുകയാണ്. വയർലെസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സിഗ്നൽ ആക്ച്വലി ഒരു വോൾട്ടേജ് ഉള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ടാണ് നിങ്ങളുടെ ഡിവൈസിലേക്ക് കിട്ടുന്നത്. ആ സിഗ്നലിന് അതിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ പൊതുവിൽ ആ സിഗ്നൽ പ്രോസസ്സിംഗ് എന്നാണ് ആ മേഖലയെ പറയുന്നത്. എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഏരിയ ആണത്. അവിടെ സിഗ്നലിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന കഴിവ് എന്ന അർത്ഥത്തിലുള്ള എനർജി തന്നെ ആയിക്കൊള്ളണം എന്നില്ല. അത് വേറൊരു ക്വാണ്ടിറ്റിയാണ്. ഇനി സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. എനർജി എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. അവർ എനർജി എന്ന് ഉപയോഗിക്കുന്നത് പലപ്പോഴും വേറെ അർത്ഥത്തിലാണ്. അത് ഫിസിക്സിലെ എനർജി അല്ല. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്ന വാക്ക് സയൻസിൽ, ബേസിക് സയൻസിൽ എനർജി എന്ന് പറയുന്ന വാക്ക് നമ്മൾ മറ്റ് പല രീതിയിലാണ് ഈ സങ്കല്പത്തെ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ
എനർജിയെ സംബന്ധിച്ചിടത്തോളം 4 പ്രധാനപ്പെട്ട നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുന്ന ഒരു സങ്കല്പമാണ്. അതായത് എനർജിയെക്കുറിച്ചിട്ട് അതിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇത് നമ്മൾ പൊതുവിൽ സ്കൂൾ ക്ലാസ്സുകൾ പഠിക്കുന്നതാണ്. പക്ഷേ ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നാണ്. ഊർജ്ജ സംരക്ഷണ നിയമം എന്നായിരിക്കും മലയാളത്തിൽ പഠിക്കുന്നത്. അതായത് ഊർജ്ജത്തെ ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കാനോ ഇല്ലാതാക്കി കളയാനോ സാധിക്കില്ല, അതിനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കൂ എന്നാണ് ഈ ഊർജ്ജ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുന്നതും അതേ കാര്യത്തിൽ തന്നെയാണ്. ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്. ഈ എനർജി ട്രാൻസ്ഫർ നടക്കുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണ്, എവിടെ നിന്ന് എങ്ങോട്ടാണ് എനർജി ട്രാൻസ്ഫർ ആകപ്പെടുന്നത്. നാച്ചുറലായിട്ട് എനർജി ട്രാൻസ്ഫർ നടക്കുന്ന എപ്പോഴും എൻട്രോപ്പി കൂടുന്ന ദിശയിലാണെന്ന് പറയും. അതായത് ഡിസോർഡറായിട്ട് എനർജി കൂടുതൽ ഡിഫറൻറ്റ് ഡയറക്ഷനിലേക്ക് സ്പ്രെഡായി പോകുന്ന ദിശയിലാണ് എപ്പോഴും ഈ എനർജി ട്രാൻസ്ഫർ നാച്ചുറലായിട്ട് നടക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഈ എനർജിയെക്കുറിച്ച് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ എനർജിക്ക് ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുണ്ട്. ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ ടു ഡു വർക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തറയിലിരിക്കുന്ന ഒരു ഭാരമുള്ള വസ്തുവിനെ ഉയർത്തി മുകളിലേക്ക് വെച്ചു എന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ പുതിയ സ്ഥാനത്തേക്ക് വരുമ്പോൾ അതിനൊരു അഡീഷണൽ എനർജി കൈവരും. അതിനെ നമ്മൾ വിളിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. ആ പൊട്ടൻഷ്യൽ എനർജി വരുന്നതിന് കാരണം, കൂടുതൽ കൃത്യമായ വാക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളതാണ്. കാരണം ഈ വസ്തുവിനെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു പ്രത്യേക ഉയരത്തിലേക്ക് ഞാൻ ഉയർത്തുമ്പോൾ ഭൂമി അതിനെ താഴേക്ക് വലിക്കുന്നുണ്ട്. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ആ വസ്തു പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞാൻ ആ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനെ ഓവർകം ചെയ്യുന്ന ഒരു ബലം കൊടുത്താൽ മാത്രമേ എനിക്ക് അതിനെ ഈ ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നീക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ നീക്കി ഞാൻ മുകളിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ ഒരു വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് എനർജി സ്വാഭാവികമായിട്ട് സ്പെൻഡ് ചെയ്യും. ആ എനർജിക്ക് എന്ത് സംഭവിക്കും? ആ എനർജി നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ആ എനർജി ഈ വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ആ വസ്തുവിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയുന്നത്, ഒരു എനർജി അതിന് കൈവരിക്കുന്നു. ഉദാഹരണത്തിന് അത് താഴേക്ക് വീണ് കഴിഞ്ഞാൽ ആ മുഴുവൻ പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അത് താഴെ നിന്ന് വീഴുന്ന ഭാഗത്ത് ശബ്ദം ഉണ്ടാക്കും, അത് കുറച്ച് താപോർജ്ജം ജനറേറ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു സാധനം അവിടെ ഇരിപ്പണമെങ്കിൽ ചിലപ്പോൾ അതിനെ പൊട്ടിച്ച് കളയാൻ അതിന് സാധിച്ചേക്കും. അങ്ങനെ മറ്റു ഇഫക്ട്സ് ഉണ്ടാക്കാൻ കഴിയുന്ന എനർജി അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. സത്യത്തിൽ അവിടെ ആ വസ്തുവിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും അതിൻ്റെ സ്ഥാനം കൊണ്ട് അതിനൊരു മാറ്റം, അതിൻ്റെ ഊർജ്ജത്തിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി അതിന് ചലിക്കുന്ന വസ്തുക്കൾക്കുള്ള എനർജിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു വണ്ടി വന്ന് നമ്മൾ ഇടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന എനർജി ആ വണ്ടിയുടെ കൈനറ്റിക് എനർജിയാണ്. അത് ചലിക്കുന്ന വസ്തുക്കൾക്ക് ചലനം കാരണം ഉണ്ടാകുന്ന എനർജിയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള മെക്കാനിക്കൽ എനർജികളുണ്ട്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോണിനെ, ഒരു നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളിനെ ഒരു പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളിനെ അടുത്തേക്ക് കൊണ്ടുകഴിഞ്ഞാൽ അത് അതിലേക്ക് ആകർഷിക്കപ്പെടും. നേരെ മറിച്ച് പോസിറ്റീവ് ചാർജുള്ള കണിക്കാൻ കൊണ്ടില്ലെങ്കിൽ പരസ്പരം റിപ്പൽ ചെയ്യും. ഒരു പ്രോട്ടോണിനെയും അടുപ്പിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള റിപ്പൽഷൻ, വികർഷണത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് അകത്തേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അതിനൊരു പൊട്ടൻഷ്യൽ എനർജിയായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ബലത്തിന് ഓപ്പോസിറ്റ്, ഒരു ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ട് ഒരു വർക്ക് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു എനർജി സ്പെൻഡ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. ആ എനർജി എന്തെങ്കിലും രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇത് നമ്മൾ പൊതുവിൽ അളക്കുന്നത് ജൂൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്. അത് എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അപ്പോൾ ഈ രണ്ട് വാക്കുകളെ നമുക്കൊന്ന് കമ്പൈൻ ചെയ്യേണ്ടതുണ്ട്. എനർജി, നെഗറ്റീവ്. ഈ നെഗറ്റീവ് എന്ന് പറയുന്ന വാക്ക് 0 താഴെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഊർജ്ജം നെഗറ്റീവ് ആകണം എന്നാണ്. 0 താഴെയുള്ള ഊർജ്ജം, അതായത് ഊർജ്ജം എന്ന് പറയുന്നത് എബിലിറ്റി ടു ഡു വർക്ക് ആണെങ്കിൽ നെഗറ്റീവ് എനർജി എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ എനർജിയുടെ യൂണിറ്റിനെ ഒന്ന് പരിഗണിക്കാം. അതിനെ പൊതുവിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റായിട്ട് ജൂൾ എന്നാണ് വിളിക്കുന്നത്. സ്കൂളിൽ ഇത് പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ 1 ജൂൾ എനർജി എന്ന് പറയുന്നത് എപ്പോഴും 1 ന്യൂട്ടൺ ബലം ഉപയോഗിച്ച് ഒരു വസ്തുവിനെ 1 മീറ്റർ നീക്കിയാൽ അവിടെ ചെയ്യപ്പെടുന്ന വർക്കിൻ്റെ അളവാണ് ഈ 1 ജൂൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ 1 ജൂൾ 1 ന്യൂട്ടൺ മീറ്ററാണ് നമ്മൾ പറയും. ഇനി 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്താണ്? 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ, അത് സ്റ്റഡി ആയിട്ടിരിക്കുമ്പോൾ അതിലൊരു ബലം പ്രയോഗിച്ച് അതിൻ്റെ വെലോസിറ്റി നമ്മൾ 1 സെക്കൻഡിൽ 1 മീറ്റർ പെർ സെക്കൻഡ് കൂട്ടി എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്കി എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രയോഗിച്ചിരിക്കുന്നത് 1 ന്യൂട്ടൺ ഫോഴ്സ് ആണെന്ന് പറയാൻ പറ്റും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ
1 ന്യൂട്ടൺ ബലം എന്ന് പറയുന്നത് 1 കിലോഗ്രാമും 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ചേർന്നതാണ്. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു മീറ്റർ, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പിന്നെ പെർ സെക്കൻഡ് സ്ക്വയർ, അതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനൊന്ന് വിശദീകരിച്ച് നോക്കണം. അതിനകത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 3 അളവുകളുണ്ട്. കിലോഗ്രാം എന്ന് പറയുന്നത് മാസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, മീറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന യൂണിറ്റാണ്, സെക്കൻഡ് എന്ന് പറയുന്നത് സമയത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന യൂണിറ്റാണ്. ഇതിൽ സെക്കൻഡ് സ്ക്വയർ ഉണ്ട്, മീറ്റർ സ്ക്വയർ ഉണ്ട്, കിലോഗ്രാം ഉണ്ട്. ഇതിൽ എനർജി നെഗറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഈ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റ് നെഗറ്റീവ് ആകണം. ഇതിലേതാണ് നെഗറ്റീവ് ആകാൻ സാധ്യതയുള്ളത്? നമുക്ക് ദൂരം അളക്കുന്നത് വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് ദൂരം പറയാൻ പറ്റും. കാരണം നമ്മൾ ഒരു വടക്കോട്ടുള്ള ദൂരത്തെ പോസിറ്റീവായിട്ട് അളന്നാൽ തെക്കോട്ടുള്ള ദൂരം നെഗറ്റീവായിട്ട് അളക്കേണ്ടി വരും. അതാണ് പൊതുവിൽ ദിശയുള്ള അളവുകൾക്ക് ഫിസിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാനദണ്ഡം. അപ്പോൾ മീറ്റർ പക്ഷേ നമുക്ക് നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റിയേക്കും, അല്ലെങ്കിൽ ദൂരം നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റിയേക്കും. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത് മീറ്റർ സ്ക്വയർ ആണ്. നെഗറ്റീവ് സംഖ്യയുടെ സ്ക്വയർ പോസിറ്റീവാണ്, പോസിറ്റീവ് സംഖ്യയുടെ സ്ക്വയർ പോസിറ്റീവാണ്. അതായത് സ്ക്വയർ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ഒരിക്കലും നെഗറ്റീവ് ആകില്ല. ഇനി സെക്കൻഡ്, സമയം നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് അളക്കാം. അതായത് നമ്മൾ മെഷർമെൻറ്റ് തുടങ്ങിയതിന് ശേഷമുള്ള സമയം പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള സമയം നെഗറ്റീവായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ അപ്പോഴുണ്ട് സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയാൽ പോലും സ്ക്വയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആകും. അപ്പോൾ ഈ ജൂൾ എന്ന് പറയുന്ന യൂണിറ്റിൽ അളക്കുന്ന എനർജിയിലെ ജൂൾ നെഗറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ദൂരം നെഗറ്റീവ് ആയാലോ സമയം നെഗറ്റീവ് ആയാലോ പറ്റില്ല. ഇനി ആകെ സ്ക്വയർ അല്ലാത്തൊരു ക്വാണ്ടിറ്റി കിലോഗ്രാം എന്ന് പറയുന്ന അതിൻ്റെ മാസ്സാണ്. അത് നെഗറ്റീവ് ആകാമോ? നമുക്കറിയില്ല അതെങ്ങനെ നെഗറ്റീവ് ആകുമെന്ന്. പക്ഷേ നമുക്കറിയാൻ പറ്റും നെഗറ്റീവ് ആയാൽ. എങ്ങനെ? 1 കിലോഗ്രാം മാസമുള്ളൊരു വസ്തുവിൽ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷൻ ഉണ്ടാക്കാൻ നമുക്ക് 1 ന്യൂട്ടൺ ബലം വേണം. അതായത് ഒരു വസ്തു വെറുതെ ഇരിക്കുമ്പോൾ അതിന് ഞാൻ വടക്കോട്ട് 1 ന്യൂട്ടൺ ബലം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആ വടക്കോട്ട് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷൻ ഉണ്ടാവും. അതിൻ്റെ വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് വടക്ക് ദിശയിലേക്ക് കൂടും എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മാസ് 1 കിലോഗ്രാം ആണെങ്കിലാണ് ആ മാസ് -1 കിലോഗ്രാം ആണ്, -1 കിലോഗ്രാം ആണെന്ന് വിചാരിച്ചോളൂ. മാസ് നെഗറ്റീവ് ആയാൽ 1 ന്യൂട്ടൺ ബലം വടക്കോട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആക്സലറേഷൻ എങ്ങോട്ടായിരിക്കും? ആക്സലറേഷൻ വടക്കോട്ട് തന്നെ ആണെങ്കിലും മാസ് നെഗറ്റീവ് ആയതുകൊണ്ട് ആ വസ്തു ചലിക്കുന്നത് തെക്കോട്ടായിരിക്കും. അതായത് നിങ്ങളൊരു വസ്തുവിനെ വടക്കോട്ട് പുഷ് ചെയ്യുമ്പോൾ അത് തെക്കോട്ട് നീങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ ഏതെങ്കിലും വസ്തുവിന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ, ഫോഴ്സ് പ്രയോഗിക്കപ്പെടുമ്പോൾ അതിൻ്റെ വിപരീത ദിശയിൽ ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് മാസാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അങ്ങനൊരു വസ്തുവിനെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മാസ് നെഗറ്റീവ് ആകുന്നത്? മാസ് നെഗറ്റീവ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കൾക്കും, നമുക്കും നമ്മൾ സ്വാധീനിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും പോസിറ്റീവ് മാസാണുള്ളത്, നെഗറ്റീവ് മാസ് അല്ല. മീറ്റർ സ്ക്വയറും സെക്കൻഡ് സ്ക്വയറും പോസിറ്റീവ് തന്നെ ആയിരിക്കും, ഒരിക്കലും അത് നെഗറ്റീവ് ആകാൻ പറ്റില്ല. അപ്പോഴെങ്ങനെയാണ് ഈ എനർജി നെഗറ്റീവ് ആകാൻ പോകുന്നത്? വളരെ ലളിതമാണ്. എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആകാൻ സാധ്യതയില്ലാത്ത ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ വലിച്ചെടുക്കുന്ന നെഗറ്റീവ് എനർജി എന്താണ് എന്നുള്ളത് ഈ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുന്നവരോട് തന്നെ ചോദിക്കേണ്ടി വരും. അവർ കറിയിപ്പ് വെച്ചൊക്കെ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുമെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. ഒരു കറിയിപ്പ് വെച്ച് നെഗറ്റീവ് എനർജി വലിച്ചെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്ര ലളിതമായിരിക്കണം. അങ്ങനെയല്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. ഫിസിക്സിൽ പലയിടങ്ങളിലും നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉപയോഗിക്കാറുണ്ട്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂമിയിൽ നിന്നും ഒരു റോക്കറ്റിൽ ഒരു സാറ്റലൈറ്റിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു. അവിടെ ഈ റോക്കറ്റിന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് ഉയരാൻ എന്തുകൊണ്ടാണ് ഇത്രയും എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്? അതിന് കാരണം ഭൂമിയും ഈ റോക്കറ്റും തമ്മിലുള്ള അട്രാക്ഷൻ സത്യത്തിൽ ഒരു എനർജിയുടെ കടം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ എനർജി അവിടെ കുറച്ച് കുറവുണ്ട്. ആ എനർജി കോമ്പൻസേറ്റ് ചെയ്താൽ മാത്രമേ ഭൂമിയുടെ അട്രാക്ഷനെ നമുക്ക് ഓവർകം ചെയ്ത് പോകാൻ പറ്റൂ. ആ ഒരു അർത്ഥത്തിൽ ആ എനർജി, പ്രത്യേകിച്ച് ഈ അട്രാക്റ്റീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജികൾ നമ്മൾ നെഗറ്റീവ് നമ്പർ വെച്ചിട്ടാണ് പലപ്പോഴും ഫിസിക്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അവിടെ സ്പെൻഡ് ചെയ്യുന്ന ഊർജ്ജം നെഗറ്റീവ് ആണെന്നല്ല. അതൊരു തിയറട്ടിക്കൽ ഐഡിയയാണ്. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും തമ്മിലുള്ള എനർജി, നമുക്ക് തമ്മിലുള്ള അട്രാക്ഷൻ, അത് ഓരോ പാർട്ടിക്കിളിനും കൊടുക്കുന്നത് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് എന്ന് പറയാറുണ്ട്. അത് ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കൃത്യമായൊരു ഡെഫിനിഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എനർജി അല്ല. ഇത് മനസ്സിലാക്കാൻ വേറൊരു ഉദാഹരണം കൂടി പറയാം. ഉദാഹരണത്തിന് ഭൂമിയിൽ നിന്നും ഒരുപാട് ദൂരെ ഒരു ചെറിയ ബോൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഭൂമിയിൽ നിന്നും ഒരുപാട് ദൂരെ ആയതുകൊണ്ട് തന്നെ ഭൂമിയുടെ നമുക്ക് ഒരു വസ്തുവിനെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി കൈവരും എന്നാണല്ലോ എപ്പോഴും പറയാറ്.
MgH എന്നാണ് വിളിക്കുന്നത്. M മാസ്സുള്ള വസ്തുവിനെ നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിൽ H ഹൈറ്റിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ അതിന് MgH എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി വരും എന്നാണ് പൊതുവെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. ഒരുപാട് ദൂരെയാണെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ അട്രാക്ഷൻ അതിനെ ബാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പൊട്ടൻഷ്യൽ എനർജി ഏതാണ്ട് 0 ആണ്. അത് ചലിക്കുന്നില്ല, അതിൻ്റെ കൈനറ്റിക് എനർജിയും 0 ആണെന്ന് പറയാം. പക്ഷേ ഭൂമിയുടെ അട്രാക്ഷൻ വളരെ ചെറുതായതുകൊണ്ട് അത് ചെറുതായിട്ട് ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വളരെ ചെറുതായിട്ട് ഭൂമിയിലേക്ക് ചലിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും വളരെ പതിയെ മാത്രം ചലിക്കുന്നുണ്ട്. അതിൻ്റെ കൈനറ്റിക് എനർജി ഏതാണ്ട് 0 ആണെന്ന് തന്നെ പറയാം. പക്ഷേ ഭൂമിയിലേക്ക് അടുക്കും തോറും ഭൂമിയിൽ അതിന് പ്രയോഗിക്കുന്ന അട്രാക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കൂടുതൽ അടുത്തേക്ക് വരും. അതിൻ്റെ വെലോസിറ്റി പതിയെ കൂടാൻ തുടങ്ങും. അങ്ങനെ ഈ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ വളരെ ദൂരെ ഇരിക്കുന്ന ഈ ബോൾ പതിയെ ഭൂമിയിലേക്ക് അടുത്ത് തുടങ്ങുന്നു. ഭൂമിയിലേക്ക് കൂടുതൽ അടുക്കും തോറും ഭൂമിയുടെ അട്രാക്ഷൻ കൂടുതൽ സ്ട്രോങ് ആകുന്നു. അതിൻ്റെ കൂടുതൽ വെലോസിറ്റി അതിന് കൈവരിക്കുന്നു. അത് കൂടുതൽ ആക്സിലറേറ്റ് ചെയ്ത് ഭൂമിയിലേക്ക് വരികയാണ്. അത് തുടക്കത്തിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും വളരെ കുറവാണ്, കൈനറ്റിക് എനർജിയും വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജിയും വളരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ വളരെ വെരി ക്ലോസ് ടു 0. പക്ഷേ ഇതിങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് ഭൂമിയിലേക്ക് വന്ന് ഇടിക്കാന് തൊട്ട് മുമ്പുള്ള നിമിഷം എടുത്തു കഴിഞ്ഞാൽ അത് ഇത്രയും നേരവും ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ അത് വളരെ ഉയർന്ന വെലോസിറ്റിയിലായിരിക്കും ഭൂമിയിലേക്ക് വന്ന് ഇടിക്കുന്നത്. വെരി ഹൈ കൈനറ്റിക് എനർജിയാണ് അപ്പോൾ ഉള്ളതെന്നർത്ഥം. ഭൂമിയുടെ ഉപരിതലത്തിനോട് അടുത്ത് വരുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി വളരെ വലുതാണ്. അത് വളരെ ദൂരെ ആയിരുന്നപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഏതാണ്ട് 0 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടോട്ടൽ എനർജിയും ഏതാണ്ട് 0 ആയിരുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് ടോട്ടൽ എനർജി എപ്പോഴും സെയിം ആയിരിക്കണം എന്നാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ചേർന്നാണ് ടോട്ടൽ എനർജി. അപ്പോൾ ഇനിഷ്യലി തുടക്കത്തിൽ ഏതാണ്ട് 0 ടോട്ടൽ എനർജി ഉണ്ടായിരുന്ന ഈ ബോൾ ഭൂമിയുടെ ഉപരിതലത്തിനോട് അടുത്ത് വരുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി വളരെ കൂടുതലാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയോ? കാരണം ടോട്ടൽ എനർജി അപ്പോഴും 0 ആയിരിക്കണം. അപ്പോൾ കൈനറ്റിക് എനർജി ഇത്രയും കൂടുതലാണെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നെഗറ്റീവ് എനർജി കടം അവിടെ ഉണ്ടാവണം. പൊട്ടൻഷ്യൽ എനർജി അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് എനർജിക്ക് ഈക്വലൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഈ ഒരു അർത്ഥത്തിൽ മാത്രം ഫിസിക്സിൽ ചില ഭാഗങ്ങളിൽ എനർജി നെഗറ്റീവാണ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ക്വാണ്ടം മെക്കാനിക്സിലേക്കൊക്കെ വരുമ്പോൾ പല പ്രതിഭാസങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നെഗറ്റീവ് എനർജി എന്നുള്ള സങ്കല്പം ഉപയോഗിക്കാറുണ്ട്. അതൊരു തിയറട്ടിക്കൽ ഐഡിയ ആണ്. ഇത്തരം സാഹചര്യങ്ങളൊന്നുമല്ല പൊതുവിൽ നെഗറ്റീവ് എനർജിയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ഭീതി പരത്തുന്നവർ പറയാറ്. അവർ കെട്ടിടം നിർമ്മിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ സ്റ്റെയർ കേസ് എവിടെയാണ് ഇരിക്കുന്നതിനനുസരിച്ചിട്ട് നെഗറ്റീവ് എനർജി മാറുന്നതിനെക്കുറിച്ച് പറഞ്ഞേക്കും, നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞേക്കും. ഈ നെഗറ്റീവ് എനർജി എങ്ങനെയാണ് ബാധിക്കുന്നത്, അതിൻ്റെ മെക്കാനിസം എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല എന്ന മട്ടിലായിരിക്കും അവർ സംസാരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയെക്കുറിച്ച് പറയുന്നവർക്ക് തന്നെ അതെന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. അത് സയൻറ്റിഫിക് ആണോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളിവിടെ പറയുന്നത്. നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ 2 സയൻറ്റിഫിക് വാക്കുകൾ ഒരുമിച്ച് ചേർത്ത് പ്രയോഗിക്കുന്നതുകൊണ്ട് അത് സയൻറ്റിഫിക് ആണ് എന്നതിന് അർത്ഥമില്ല. സയൻസിൽ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന വാക്ക് ഈ രീതിയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.